വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 15 നമ്മുടെ ദേവുട്ടിയുടെ ബർത്ത്ഡേ ആണ്. 4ാമത്തെ ബർത്ത്ഡേ. എവിടെ നമ്മൾ ദേവുട്ടി? എവിടെ ദേവുട്ടി? ഇതാണ് ദേവുവിൻ്റെ അമ്പലത്തിൽ പോവേണ്ട. നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോവേണ്ട. അപ്പോൾ ഇതാണ് ദേവുവിൻ്റെ ഡ്രസ്സ്. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ദേവുവിൻ്റെ അമ്പലത്തിൽ പോകുമ്പോഴുള്ള ഡ്രസ്സ് കേട്ടോ. ഭയങ്കര വെട്ട കൂട്ടാ. അവിടെ എന്നാ മോനെ? ഇത് നമുക്ക് ടൈനി ഡോട്ട്സ് ആണ് കേട്ടോ ചെയ്ത് തന്നത്. നല്ല ഡ്രസ്സാണ്, നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് മെറ്റീരിയലാണ് നല്ല പട്ട് പോലത്തെ പട്ടാണല്ലേ. പിന്നെ റെഡും എന്ത് കളറാണ്? കോപ്പറാണ്, റെഡ്. അപ്പോൾ എൻ്റെ കയ്യിൽ കോപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഒരു റോസ് ഗോൾഡ് പോലത്തെ ഒരു ബീഡ് വെച്ചിട്ടാണ് ബോ ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്താ ഒരു വിധത്തിൽ ഒന്നും വെക്കില്ല കേട്ടാ. എന്നാൽ ആരോ കമൻറ്റ് ഇട്ടിരുന്നു ബോ മേക്കറായിട്ട് ദേവുട്ടിയുടെ തലയിൽ ബോയൊന്നും ഇല്ലല്ലോ എന്ന്. നമ്മളിതുപോലെ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഇതൊക്കെ വെക്കാറുള്ളൂ. സത്യം പറഞ്ഞാൽ വെക്കൂല കേട്ടോ. ഞാനെന്താ നിർബന്ധിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ നമ്മളെന്തായാലും മൂന്നുപേരും കൂടെ അണിയൂർ അമ്പലത്തിൽ പോകുമ്പോൾ വേണം കേട്ടോ. മണി 8:30 9 മണിയാങ്ങാണ്ട് ആവാറായി. വന്നിട്ട് കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഫുള്ളായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. വലിയ ആഘോഷമൊന്നുമല്ല, എന്നാലും നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ആഘോഷം. നമ്മൾ 1ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുക എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത്രയ്ക്കൊന്നുമില്ല കേട്ടോ. പിന്നീട് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കേക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് മുറിക്കുന്നതാണേ. സൺ കിസ്ഡ് അപ്പോൾ നമ്മൾ പോവേണ്ട. നമ്മൾ ദേവുട്ടിക്ക് ഇന്നലെ വള വാങ്ങിയ കയറിയപ്പോഴത്തേക്ക് ഒരിടത്ത് ഇവിടെ സൈസിൽ എത്തുന്നത് കണ്ടില്ലല്ലേടാ. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം അണിയൂർ അമ്പലമാണ് നമ്മൾ എല്ലാ തവണയും പോകണം. എല്ലാ ബർത്ത്ഡേക്ക് കാര്യത്തിനൊക്കെ എല്ലാ തവണയും പോകുന്നത് അണിയൂർ അമ്പലത്തിലാണ്. അതാണ് നമുക്കിവിടെ അടുത്ത് നിയറസ്റ്റ് ഉള്ളത്. നമുക്ക് അമ്പലമായതുകൊണ്ടേ നമ്മൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ അടുത്താണ് കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല. നമുക്കിവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊക്കെ ഇവരൊക്കെ നടന്നൊക്കെയാണ് പോണത്. ഇപ്പോൾ പിന്നെ നമ്മൾ വണ്ടിയിൽ പോകത്തുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അണിയൂർ അമ്പലം. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോവാം. അങ്ങനെ നമ്മൾ എന്തായാലും അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ തൊഴുതിട്ട് വരാം കേട്ടോ. നല്ല ഡ്രസ്സ് അറിയാതെ കൂട്ടിയിരുന്നത് നല്ല വീടുണ്ട്. മക്കൾ പോ. എങ്ങനെ ഫോട്ടോ എടുക്കേണ്ടേ? അച്ഛനല്ലടാ അത്. ആട്ടുംപാമ്പ. ദേവുട്ടിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാ? അങ്ങനെ നമ്മൾ ദേവുട്ടിനെ വീട്ടിൽ കൊണ്ടാക്കി അവൾക്ക് ഫുഡ് കഴിക്കാൻ എടുത്ത് വെച്ചിട്ട് അമ്മനെ ഏൽപ്പിച്ചിട്ട് ഞാനും വിഷ്ണു കൂടി ഇനി ദേവുട്ടിക്ക് അങ്കണവാടിയിലേക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പോത്തൻകോട് ഒരു ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. ഇപ്പോൾ കാട്ടായിക്കോണ്ട് എത്തി. അപ്പോൾ എന്തായാലും രാവിലെ പിള്ളേരൊക്കെ വരുന്ന ടൈമിൽ കട്ട് ചെയ്യാമെന്നാണ് ഞങ്ങളും പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക്സ് ഹെവനിലാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്ന് ചോക്ലേറ്റാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക്സ് ഹെവൻ എത്താറായത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അമ്മയൊക്കെ താമസിക്കുന്നത്. അമ്മയും ചേച്ചിയും ചേട്ടനൊക്കെ താമസിക്കുന്ന, കാശിയൊക്കെ താമസിക്കുന്ന അതിന് തൊട്ടുമുമ്പ് ഒരു ഷോപ്പ് കണ്ടില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് അകത്തോട്ട് ഒരു ഇടവഴിക്ക് അകത്തോട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ ദേവുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് അവിടെ റെഡി ആവുന്നതേ ഉള്ളൂ കേട്ടോ. അവരെഴുതുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കാണ് അവരെല്ലാം ഫിനിഷ് ആക്കിയത്. അപ്പോൾ വിഷ്ണു പേയ്മെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇനി കേക്ക് വാങ്ങിക്കുക, നേരെ വീട്ടിൽ പോവുക, ദേവുട്ടിക്ക് വേറെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, നേഴ്സറിയിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്ത് കൂട്ടുകാർക്കും ടീച്ചറിനൊക്കെ കൊടുക്കുക. ഇതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ദേവുട്ടിയുടെ കേക്കൊക്കെ എടുത്തല്ലോ. കേക്കൊക്കെ എടുത്ത് നമ്മൾ അംഗൻവാടിയിലോട്ട് പോവേണ്ട. ദേവുവിൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാമേ. ഭയങ്കര അവൾക്ക് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഇഷ്ടമില്ല. ദേവുട്ടി നോക്കിയാൽ അമ്മ നോക്കിയേ, നല്ല ഒരു പീകോക്ക് ഷെയ്ഡിലുള്ള ഡ്രസ്സാണ് ഇത്.
അങ്ങവാടി എത്തിട്ടോ. അയ്യോ പോകണം. ദേവുട്ടിരിക്കുന്ന ഡ്രസ്സ് വെൽവെറ്റിന് ക്ലോത്താണ്, നല്ല സുഖമാണ് കേട്ടോ ഇതിടാം. അതാണ് മെയിനായിട്ട് അവളിന്ന് ഇതിട്ടത് തന്നെ. നല്ല കുട്ടിയാണ്. ചെരുപ്പൊക്കെ കറക്റ്റ് സ്ഥലത്ത് ഊരിയിടണേണ്ടോ. അമ്മേരെ ചെരുപ്പ് ഇവിടെ ഇടാം. സ്ലീപ്പറാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോലെ. ഓ ഓ ഇതാണ് ദേവൂട്ടിയുടെ അംഗൻവാടിയും അവിടുത്തെ ടീച്ചറും മായയും കുട്ടികളെന്നൊക്കെ പറയണത്. അപ്പോൾ അതേ ദേവുവിൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആണെന്ന് നമ്മൾ ഗ്രൂപ്പിൽ, നമ്മൾ അംഗൻവാടിയിൽ ഗ്രൂപ്പ് ഉണ്ടായില്ല. അപ്പോൾ ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടത് കൊണ്ട് തന്നെ ദേവൂട്ടിയുടെ ഫ്രണ്ട് ഇർഫു ഇന്ന് ദേവൂട്ടിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇതേ ഇർഫു ദേവൂട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ദേവൂട്ടിയാണെങ്കിൽ അതിലൊരു താങ്ക്സ് പോലും പറയാണ്ട് നൈസായിട്ട് അങ്ങ് തിരിഞ്ഞു പോയി. പിന്നെ ഒന്നേ നിർത്തി താങ്ക്സ് ഒക്കെ പറയിപ്പിച്ചു. അപ്പോൾ കേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കേക്ക് മുറിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതാണ് ദേവുവിൻ്റെ നേഴ്സറിയുടെ. ഞാൻ ഇതുവരെ ഇങ്ങനെ വ്ളോഗിലൊന്നും കാണിച്ചിട്ടില്ലല്ലേ. ഓരോ ഷോർട്സിലും അല്ലാണ്ട് റീലിലൊക്കെ കാണിച്ചിട്ടുള്ളതല്ല, ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ദേവുവിൻ്റെ നേഴ്സറിയുടെ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ദേവുവിൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. ദേവുവിനെ പോലെ തന്നെയാണ് ദേവുവിൻ്റെ ഫ്രണ്ട്സ്. നെക്സ്റ്റ് കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലിലിടാൻ കണക്കാക്കിയിട്ടാണ് കേട്ടോ എടുത്തത്. അതാണ് ഇങ്ങനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഫുൾ സ്ക്രീൻ ഇല്ലാത്ത അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ ഫോൺ ചരിച്ച് വെച്ചിട്ട് എടുക്കുമല്ലോ, അങ്ങനെയല്ല എടുത്തത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ച കേക്ക്. കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ ദേവുട്ടിക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ്. അവളെ ഞാൻ ആദ്യം കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ അവിടുത്തെ ടീച്ചറിനും മായയ്ക്കും കൂട്ടുകാർക്കൊക്കെ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അതൊക്കെ തന്നെയാണ് നമ്മളെ സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ കേക്ക് മേടിച്ചുകൊണ്ട് പോയി അവിടെ പോയി മുറിച്ചത് തന്നെ. അവൾക്ക് അവളുടെ അംഗൻവാടി ഫ്രണ്ട്സുമായിട്ടുള്ള അവസാനത്തെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. കാരണം ഇപ്പം നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഈ ഒരു വർഷം അവരുടെ സ്കൂളിൽ ചേർക്കുമല്ലോ. അപ്പോഴത്തേക്ക് ഇനിയിപ്പം അവളുടെ ഫസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെയൊക്കെ ഇനിയിപ്പോൾ കാണുമോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഏത് സ്കൂളിലാണ്, പലരും പല സ്കൂളിലോട്ടായിരിക്കും പോകണത്. അപ്പോൾ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷമായി. ഇപ്പോൾ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് തന്നെയാണ് നമ്മളെ സന്തോഷം. എല്ലാവരും സന്തോഷമായല്ലോ, അത് മതി. അപ്പോൾ എല്ലാവർക്കും കേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി കുറച്ച് വന്നു, അത് നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഒരുപാടായതുകൊണ്ട് ചേച്ചിയും പറഞ്ഞു അവിടെ ഒരുപാടാണ് പിള്ളേർ ഇനിയിപ്പോൾ ചോക്ലേറ്റ് മധുരമൊക്കെ ഇല്ല, അപ്പോൾ അവിടെ വെച്ചിരിക്കേണ്ടടാ, വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അമ്മ നമ്മൾ കുറച്ച് ഇങ്ങനെ അമ്മയ്ക്ക് കൊണ്ടുവന്നിട്ടാ. അപ്പോൾ എല്ലാവരും കഴിച്ചു, എല്ലാവരും ഹാപ്പിയായി. പിന്നെ നമ്മൾ തിരിച്ചിങ്ങ് വീട്ടിലോട്ട് വന്നു കേട്ടോ. കേക്ക് ഇതേ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് ദേവുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്, ഇർഫു കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റും കൊണ്ടുവന്ന് ഇനി അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് തമ്പാനൂരോട്ടാണ് കേട്ടോ. ഫൈനലി നമ്മൾ തമ്പാനൂരെത്തി. ഇവിടെ നമുക്ക് അവർ തൃശ്ശൂരിൽ നിന്നാണ് ഡ്രസ്സ് അയച്ചേക്കുന്നത്. ദേവുട്ടിക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഡ്രസ്സ് ചെയ്തത് മിസ്രിയ എന്ന് പറയുന്ന പേജ് തന്നെയാണ് ഈ ഒരു 4ാമത്തെ വയസ്സിൽ ഡ്രസ്സ് ചെയ്ത് അയച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ പറഞ്ഞൊന്നുമില്ല. പിന്നെ പുള്ളിക്കാർ 2-3 ദിവസം മുമ്പ് ഇങ്ങോട്ട് ചോദിച്ചിട്ട് ജസ്റ്റ് കളറിൻ്റെ മാത്രം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കളർ കോമ്പിനേഷൻ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് വേറെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ വാങ്ങിച്ചിട്ടാ. ഈ സംഭവം കൊള്ളാം അല്ലേടാ. പരിപാടി നൈസാണ്. എന്നാൽ രാത്രി കയറ്റി വിട്ട സാധനം ഇന്ന് ഇപ്പോഴല്ലേ വന്നത്. രാവിലെ വന്നു, 2 മണി. ഇന്നലെ വൈകുന്നേരം കയറ്റി വിട്ടതാണ്. ഇന്നലെ രാത്രി 2 മണിയൊക്കെ ആയപ്പോൾ വന്നു. നമുക്ക് ഇപ്പോഴും സമയം കിട്ടിയാൽ നമ്മൾ വന്ന് വാങ്ങിച്ചു. കുറേ സാധനങ്ങളുണ്ട് സംഭവം. ഷിപ്പിങ് കൂടുതലാണ്. നോർമലി നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോഴത്തേനും 3 ദിവസം, അതായത് ഇന്നാഴ്ച നാളെ മറ്റന്നാളാണ് തിരുവനന്തപുരം കിട്ടുന്നത്. ഇത് ഇന്നലെ രാത്രി വൈകുന്നേരം വിട്ട് ഇന്നലെ രാത്രി വരും. ഷിപ്പ് വന്നിട്ട് 100 രൂപ. പോസ്റ്റ് ഓഫീസ് വഴി അയക്കണമെങ്കിൽ 40 രൂപ, 45 രൂപ. ഹലോ ഗൈസ്, അങ്ങനെ പോയിട്ട് വന്നിട്ട് നേരെ ഞാൻ വന്ന് കുളിച്ചിട്ടാ. കാരണം രക്ഷയില്ലാത്ത ചൂടൊന്നും രക്ഷയില്ല. കുളിച്ചെന്ത് പെട്ടെന്ന് രാവിലെയും കുളിച്ചു, ഇപ്പോഴും ഒന്നുകൂടെ കുളിച്ചു. എന്നാലും ഇനി പോട്ടെ, കഴിയൊക്കെ പടന്നു. കുഴപ്പമില്ല. ഞാൻ അതേപോലെ വന്നാൽ കുളിക്കുകയാണ് ചെയ്തത്. കുഴപ്പമില്ല. ഇനി എനിക്ക് കൊറിയർ പാക്ക് ചെയ്യണം. ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കൊറിയർ അയക്കാണ്ടിരിക്കാൻ പറ്റില്ല. അഡ്രസ്സൊക്കെ ഞാൻ
എല്ലാത്തിനും എഴുതിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പാക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം ഞാൻ പാക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ വിഷ്ണു ഓരോന്നായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കവറിനകത്ത് ഇടാറുണ്ടോ. വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. പെട്ടെന്നാണ് ഓർമ്മ വന്നത്. ഒട്ടിച്ച് പകുതിയായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാനും മറന്നുപോയി. എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് തീർന്നു. അപ്പം നമ്മൾ ഇന്ന് അങ്ങനെ കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്കതൊന്ന് സ്റ്റിക്കർ തരും കേട്ടോ. അതാണ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് കൊണ്ടുപോയാൽ അവർക്ക് എളുപ്പമായിരിക്കും. ഇതല്ലാത്ത പൈസയിലാണ് കുറച്ച് വളർന്നതാണ്. നമ്മൾ ഡ്രസ്സ് പൊട്ടിച്ച് നോക്കിയില്ല കേട്ടോ. വന്നിട്ടൊക്കെ നോക്കാം. ഭയങ്കര വെയിൽ. ഇപ്പം വെളിയിലോട്ട് നോക്കുമ്പോൾ എനിക്ക് ഭ്രാന്താണ്. ഇത് വെയിലൂടെ വെളിയും. വൈകുന്നേരം ഇവിടുത്തെ പരിപാടി പന്തലേറൊക്കെ ഇപ്പം വരും. ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ഈ സമയത്തൊക്കെ ഹെവി ആയിരുന്നല്ലേ. തലയ്ക്കും തലേന്ന് പന്തലേറിയില്ല. 3 ദിവസം മുന്നേ അവിടെ പന്തലിട്ടായിരുന്നു. നമ്മൾ ചേട്ടൻ വന്നിട്ട് 2 ദിവസം 3 ദിവസം മുന്നേ പന്തലായി. അന്ന് ഈ സമയത്ത് ഞെരിക്കുന്നു. നിന്റെ അവിടെ തലേ ദിവസം ആയിരുന്നല്ലേ പരിപാടി? തലേ ദിവസം അവളോടെ പരിപാടിയായിരുന്നു. പിറ്റേന്നായിരുന്നു നമ്മളവിടെ ഇവിടത്തെ പരിപാടി. അന്ന് മുറ്റം വലുതായിരുന്നു. ഇപ്പം മുറ്റം നോക്ക്. ഈ സമയത്തൊക്കെ ഡെക്കറേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കും. ബലൂണൊക്കെ ബലൂണ് ഇത്തിരി വലിയ കവറുണ്ട്. കവർ നിറയുണ്ട്. മറ്റേത് ഇവിടെ ആ വലുതിലൂടെ ഒരെണ്ണം ഒട്ടിച്ചു. ഒരു സ്റ്റിക്കർ വലുതിലൊട്ടിച്ചു. ഓക്കെ. അപ്പം എന്തെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ട് ഇവിടെ ഉണ്ട്. അതിന്റെ അകത്തുണ്ട്. ഇവിടെ ചുമലൊക്കെ. പിന്നെ ഇവിടുത്തെ ചുമരൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ മാറുമ്പോഴത്തെ പെയിന്റ് ഒക്കെ അടിച്ച് കൊടുക്കേണ്ടി വരും. ഇരിക്കുമല്ലേ. ഓക്കെ. അപ്പം എന്തായാലും നമ്മൾ കേട്ടത് നമ്മളങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ഇരുന്നപ്പോഴത്തേക്ക് ദേവട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രൊഫഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് നമുക്ക് അൺബോക്സ് നോക്കാം. മേഡം അംഗനവാടിയിൽ നിന്ന് മേഡത്തെ വിളിച്ചുകൊണ്ടിരുന്നു. നമ്മൾ കൊറിയറൊക്കെ എടുത്തിട്ടുള്ളൂ. എവിടാ എവിടെ ഇട്ടുണ്ടോ മാല? എവിടെ? അവൾ എസ്കേപ്പ് ആയി. ഇതാണ് ഇവർക്ക് ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുക്കാത്തത്. അന്നൊരു മാല വാങ്ങിച്ചുകൊണ്ട് വന്ന് 3ാമത്തെ ദിവസം മാല അവൾ പൊട്ടിച്ച്. ഇന്ന് മാല വാങ്ങിച്ചിട്ട് അവൾക്ക് അങ്ങനെ ഇട്ട് കൊടുത്തില്ലായിരുന്നു. ഇന്ന് പിന്നെ ബർത്ത്ഡേ ആണ് ഇട്ട് കൊടുത്തതെന്ന്. പക്ഷെ അവൾ പൊട്ടിച്ചു. എന്താ ചെയ്യുക? ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവസാനം നമ്മൾ വീട്ടിൽ കേക്ക് കട്ടിങ് ആയിട്ട്. അപ്പോൾ ഇതാണ് ദേവുവിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. അവർ നല്ലതുപോലെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്തിന് അവർ നല്ല രീതിക്ക് നമുക്ക് ചെയ്ത് തന്നു. കാരണം നമ്മളൊന്നും പ്ലാൻ ചെയ്തതൊന്നും അല്ലല്ലോ. അപ്പോൾ ഡ്രസ്സ് ഇതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിച്ചുവാണ് കേക്ക് വാങ്ങിച്ചപ്പോൾ ഞാൻ വിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഈ ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ ഒരു ലാവൻഡർ ഒരു ഷെയ്ഡിൽ തന്നെയാണ് കേക്കും ചെയ്യിപ്പിച്ചത്. സച്ചിൻ നമ്മളെ ഫ്രണ്ടാണ്. അവൻ ദേവുട്ടിക്ക് ചോക്ലേറ്റ്സ് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ബർത്ത്ഡേ ക്രൗൺ ഞാൻ തന്നെയാണ് ചെയ്തത്. അങ്ങനെ അതെ കേക്ക് ഇതാണ് കേട്ടോ. കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ ദേവുവിൻ്റെ ഡ്രസ്സുമായിട്ട് മാച്ചാവുന്ന രീതിക്ക് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. ഞങ്ങൾ അവിടുത്തെ കേക്ക് കട്ടിങ് കാര്യങ്ങൾ അതും ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീലായിട്ടാണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അതിനുശേഷം നമ്മൾ വീട്ടിലത്തെ എല്ലാവരും കൂടെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ചേച്ചി, ചേട്ടൻ, കാശി, വിഷ്ണു, സച്ചിൻ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. അമ്മ വന്നില്ല. രാത്രി ആയതുകൊണ്ട് അമ്മ വന്നില്ല. പിന്നെ അമ്മയ്ക്ക് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ പോയത്. നമ്മൾ കേക്ക് കട്ട് ചെയ്തതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്തില്ലല്ലോ. പകരം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു പുറത്ത് പോയി നമ്മൾ ഫുഡ് മാത്രം കഴിച്ചാൽ മതി, കേക്കൊന്നും കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കാരണം ഒന്നാമത്തെ കാര്യം മധുരം അങ്ങനെ ഒരുപാട് ആരും കഴിക്കത്തുമില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. എന്താണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ വെച്ചിട്ടുള്ള ഒരു ദേവുവിൻ്റെ 4ാമത്തെ ഒരു ബർത്ത്ഡേ നമ്മൾക്ക് ഇനി നെക്സ്റ്റ് ഇയർ കുറച്ചും കൂടെ നല്ല വൃത്തി ആഘോഷിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മളൊരു ആഗ്രഹം എന്ന് പറയണത്. അപ്പോൾ എന്തായാലും ഈ ഒരു 4ാമത്തെ ബർത്ത്ഡേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ നടന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി. വേറൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഒട്ടും സമയമില്ല. അതുകൊണ്ടാണ് താമസിച്ചു പോയത്. അപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്കിനി വേറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. കാരണം ഫോണിൽ സ്പേസ് നല്ലതുപോലെ ഐഫോൺ ആയതുകൊണ്ട് തന്നെ ഓരോ ഫോട്ടോയ്ക്ക് തന്നെ നല്ല MB കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ഒന്ന് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ എന്നാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.